Hello all, we are learning preparation of consolidated balance sheet. Treatment of contingent liability. While preparing a consolidated balance sheet, the treatment of contingent liability depends on whether it is towards outsiders or it is internal. Internal means ഈ contingent liability holding കമ്പനിയും subsidiary കമ്പനിയും തമ്മിലാണെങ്കിൽ അതിനെ internal contingent liability എന്ന് പറയും. ഔട്ട്സൈഡേഴ്സ് ആയിട്ടാണെങ്കിൽ സബ്സിഡറി കമ്പനിയും ഔട്ട്സൈഡേഴ്സും ആയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയും. സോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഈ കണ്ടിൻജന്റ് ലയബിലിറ്റി എഴുതണോ എഴുതണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്റേണലും എക്സ്റ്റേണലും ആണോ, ഇന്റേണലും എക്സ്റ്റേണലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് എഴുതുന്നത്. സോ ഇന്റേണൽ കണ്ടിൻജന്റ് ലയബിലിറ്റി ആണെങ്കിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ എഴുതുന്നില്ല. സ്റ്റെപ്പ് നമ്പർ 7 നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അതേപോലെ എക്സ്റ്റേണൽ കണ്ടിൻജന്റ് ലയബിലിറ്റി ആണെങ്കിൽ അത് കാണിക്കണം. ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള കണ്ടിൻജന്റ് ലയബിലിറ്റി നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. വാട്ട് ഈസ് കണ്ടിൻജന്റ് ലയബിലിറ്റി? കണ്ടിൻജന്റ് ലയബിലിറ്റി ഇസ് ദാറ്റ് ലയബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് അറൈസ്. ചിലപ്പോൾ ലയബിൾ ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം. ആൻഡ് ഇറ്റ്സ് പേയ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒക്കറൻസ് ഓഫ് എ ഫ്യൂച്ചർ ഇവന്റ്. നമുക്കറിയാം ഫ്യൂച്ചർ ഇവന്റ് വിച്ച് ഈസ് ഓൾവേസ് അൺസർട്ടൺ. നമുക്കറിയില്ല ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന്. ചിലപ്പോൾ നമുക്ക് റിസ്ക് സംഭവിക്കാം. അങ്ങനെ റിസ്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് നേരത്തെ തന്നെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുണ്ട്. പുതിയ ഫോമാറ്റിൽ അറിയാലോ, കണ്ടിൻജന്റ് ലയബിലിറ്റി ഏറ്റവും അവസാനമാണ് കാണിക്കുന്നത് അല്ലെ. ആ ഏറ്റവും അവസാനം കാണിക്കുന്ന കണ്ടിൻജന്റ് ലയബിലിറ്റി ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ നോക്കിയിട്ടാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എഴുതണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എക്സാമ്പിൾ, ലയബിലിറ്റീസ് ഇൻ റെസ്പെക്ട് ഓഫ് ബിൽ ഡിസ്കൗണ്ടഡ് നോട്ട് യെറ്റ് മെച്യൂർഡ്. ഈ ബിൽ മെച്യൂർ ആവുന്ന ഡേറ്റിൽ അത് നമുക്ക് കൃത്യമായിട്ട് ആ പണം കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയില്ല. സോ അത് കണ്ടിൻജന്റ് ലയബിലിറ്റി ആണ്. അനദർ എക്സാമ്പിൾ, എമൗണ്ട് അൺകോൾഡ് ഓൺ പാർട്ട്ലി പെയ്ഡ് ഷെയർസ്, arrears of dividend on cumulative preference shares, liability under guarantee, claims against the company not acknowledged debt as yet. ഇതെല്ലാം കണ്ടിൻജന്റ് ലയബിലിറ്റിയുടെ എക്സാമ്പിൾസ് ആണ്. ഇത് സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കണ്ടിൻജന്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഇത് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് ആദ്യം നോക്കാം. ഇന്റേണൽ ആണെങ്കിൽ, ഇന്റേണൽ മീൻസ് ദാറ്റ് ഇസ് ബിറ്റ്വീൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 7 അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് എഴുതേണ്ട കാര്യമേ ഇല്ല. സോ ഇന്റേണൽ കണ്ടിൻജന്റ് ലയബിലിറ്റി ഇസ് നോട്ട് ഷോൺ ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. എക്സ്റ്റേണൽ കണ്ടിൻജന്റ് ലയബിലിറ്റി ആണെങ്കിലോ സബ്സിഡറി കമ്പനിയുടെ കണ്ടിൻജന്റ് ലയബിലിറ്റി സബ്സിഡറി കമ്പനിയും ഔട്ട്സൈഡേഴ്സുമായിട്ടാണെങ്കിൽ അതിന് എക്സ്റ്റേണൽ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയും. അത് നമ്മൾ ഹോൾഡിംഗ് കമ്പനി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കാണിക്കണം. സോ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ നോക്കാം. ഇന്റേണൽ നമ്മൾ എടുക്കുന്നില്ല, എക്സ്റ്റേണൽ മാത്രമേ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. ഈ കണ്ടിൻജന്റ് ലയബിലിറ്റി ആരുടെയാണ്? സബ്സിഡറി കമ്പനിയുടെ കണ്ടിൻജന്റ് ലയബിലിറ്റി ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ഓക്കെ, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. അസറ്റ് റീവാല്യൂ ചെയ്യാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഈ പറയുന്ന ഹോൾഡിംഗ് കമ്പനി വന്ന് ഷെയർസ് അക്വയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അസറ്റ്സ് റീവാല്യൂ ചെയ്യും. അങ്ങനെ അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ അതിൽ ഇൻക്രീസ് ഉണ്ടാവാം, ചിലപ്പോൾ ഡിക്രീസ് ഉണ്ടാവാം. അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ അതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ ലോസ് എന്നും പറയും. ലയബിലിറ്റീസ് ആണെങ്കിലോ ലയബിലിറ്റീസിന്റെ വാല്യൂ കൂടുന്നു, നമുക്ക് എന്താണ് ലയബിലിറ്റി കൂടുകയാണ് അല്ലെ. സോ ലയബിലിറ്റിയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ ലോസ് എന്നും ലയബിലിറ്റിയുടെ വാല്യൂ കുറയുവാണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നുമാണ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റും ക്യാപിറ്റൽ ലോസും സബ്സിഡറി കമ്പനിയുടെ അസറ്റിലോ ലയബിലിറ്റിയിലോ വാല്യൂ റിവാല്യൂ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ക്യാപിറ്റൽ പ്രോഫിറ്റും ആ ക്യാപിറ്റൽ ലോസും ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനും. കാര്യം സബ്സിഡറി കമ്പനിക്ക് 2 അവകാശികളാണ് മേജർ ആയിട്ട് വരുന്നത്, ഹോൾഡിംഗ് കമ്പനിയും അതേപോലെ ആരാണ്? മൈനോറിറ്റീസ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റും ക്യാപിറ്റൽ ലോസും ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? മൈനോറിറ്റീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്യാറുണ്ട്. സ്റ്റെപ്പ് നമ്പർ 3 അനാലിസിസ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് നടത്താറുണ്ട് അല്ലെ. അതായത് റിസർവ് സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എത്രയാണ് പ്രീ അക്വിസിഷൻ പീരീഡിലുള്ളതും എത്രയാണ് പോസ്റ്റ് അക്വിസിഷൻ പീരീഡിലുള്ളതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 4 പോയി ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അസറ്റിലോ ലയബിലിറ്റിയിലോ റീവാലുവേഷനിൽ വരുന്ന ഇൻക്രീസോ ഡിക്രീസോ അവർ അഡ്ജസ്റ്റ് ചെയ്യണം. ആ ക്യാപിറ്റൽ പ്രോഫിറ്റും ആ ക്യാപിറ്റൽ ലോസും അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷമേ ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനും ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് നമ്പർ 3 അല്ലെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 4 ഇത് ചെയ്യേണ്ടത്.
സ്റ്റെപ്പ് നമ്പർ 4ൽ ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. ഫസ്റ്റ് വൺ, ഇഫ് അസറ്റ് വാല്യൂ ഇൻക്രീസസ് ഓൺ റീവാലുവേഷൻ. അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് അല്ലേ? സോ എത്ര എമൗണ്ട് ആണോ കൂടിയത്, ദാറ്റ് ഇൻക്രീസ്ഡ് അസറ്റ് വാല്യൂ ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവിന്റെ കൂടെ അത് ആഡ് ചെയ്യണം. ഇനി ഇൻക്രീസ് ചെയ്ത വാല്യൂവിൽ ഡിപ്രിസിയേഷൻ വരുമല്ലോ. ഇൻക്രീസ് ചെയ്ത വാല്യൂവിലുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ വർഷവും നമുക്ക് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഫോമിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് ഫോമിലായാലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനാണ്. അപ്പൊ ആ പ്രോഫിറ്റ് അസർട്ടൈൻമെന്റിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാറുണ്ടല്ലോ, എല്ലാ വർഷങ്ങളിലും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാറുണ്ട്. സോ ഇൻക്രീസ്ഡ് വാല്യൂ, ഇൻക്രീസ്ഡ് അസറ്റ് വാല്യൂവിലുള്ള ഡിപ്രിസിയേഷൻ നമുക്ക് കുറയ്ക്കണ്ടേ? അത് എവിടെ നിന്ന് കുറയ്ക്കണം? റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. Okay, so increased asset value is added to capital reserve and depreciation on that increased value is deducted from revenue profit. അത് revenue profit നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിഡക്ട് ചെയ്യണം. ഇതാണ് ഒരു കാര്യം ചെയ്യുന്നത്. അസറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എത്ര വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്തത് അത് ക്യാപിറ്റൽ റിസർവിന്റെ കൂടെ ആഡ് ചെയ്തോളൂ. ആ ഇൻക്രീസ് ചെയ്ത വാല്യൂന്റെ ഡിപ്രിസിയേഷൻ അപ്പോൾ തന്നെ റവന്യൂ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ. Then if the asset value decreases on revaluation, asset value decrease ചെയ്താൽ, decrease ചെയ്താൽ എന്താണ്? capital loss ആണ് അല്ലേ? So decreased asset value is deducted from capital reserve. capital reserve നമ്മൾ അത് ഡിഡക്ട് ചെയ്യണം. ഇനി ഡിഡക്ട് ചെയ്ത അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ ഡിക്രീസ് ചെയ്തത് ആ എമൗണ്ടിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ആഡഡ് ടു റവന്യൂ പ്രോഫിറ്റ്. That depreciation of that decreased value is added to revenue profit. അത് revenue profit കുറയ്ക്കുകയല്ല, അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ അസറ്റ് വാല്യൂ ഡിക്രീസ് ചെയ്താൽ എത്ര എമൗണ്ട് ആണോ കുറയുന്നത് അത് ക്യാപിറ്റൽ റിസർവിൽ നിന്ന് കുറയ്ക്കണം. ആ കുറഞ്ഞ എമൗണ്ടിന്റെ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? റവന്യൂ പ്രോഫിറ്റിന് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ലയബിലിറ്റീസിന്റെ കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യുന്നത്. അത് ക്യാപിറ്റൽ ലോസ് ആണോ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണോ നോക്കുക. ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിൽ നിന്ന് കുറയ്ക്കണം. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണെങ്കിലോ ക്യാപിറ്റൽ റിസർവിന്റെ കൂടെ കൂട്ടണം. ലയബിലിറ്റീസിന്റെ കേസ് എടുക്കാം. ലയബിലിറ്റിയുടെ വാല്യൂ റീവാലുവേഷൻ സമയത്ത് ലയബിലിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ക്യാപിറ്റൽ ലോസ് ആണ്. ലയബിലിറ്റി കൂടി. സോ ദാറ്റ് ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ ലോസ് എന്ത് ചെയ്യണം? നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് കുറയ്ക്കണം. ലയബിലിറ്റിയുടെ വാല്യൂ കുറഞ്ഞെന്ന് വിചാരിക്കൂ. കുറഞ്ഞെന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അത് നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് ക്യാപിറ്റൽ റിസർവിന്റെ കൂടെ ആഡ് ചെയ്യണം. ലയബിലിറ്റിയുടെ വാല്യൂ കുറയുവാണെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിൽ നിന്നല്ല റിസർവിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സോ സ്റ്റെപ്പ് നമ്പർ 4ൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കാം. സ്റ്റെപ്പ് നമ്പർ 4ൽ ടോട്ടൽ എമൗണ്ട് ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനും ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് റീവാലുവേഷൻ ഓഫ് അസറ്റ്സും ലയബിലിറ്റീസും അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇൻക്രീസ്ഡ് അസറ്റ് വാല്യൂ ഫസ്റ്റ് നമുക്ക് 3 കോളംസ് ആണല്ലോ സ്റ്റെപ്പ് നമ്പർ 4ലുള്ളത്. ക്യാപിറ്റൽ റിസർവ് ഓർ ക്യാപിറ്റൽ പ്രോഫിറ്റ്, റവന്യൂ റിസർവ് ആൻഡ് റവന്യൂ പ്രോഫിറ്റ്. ഫസ്റ്റ് കേസ്, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഫ്രം 1 lakh to 1,20,000. 1 ലക്ഷത്തിൽ നിന്ന് 1,20,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കും റീവാലുവേഷനിൽ. ഡിപ്രിസിയേഷൻ ഒരു 10% ആണെങ്കിൽ ഓക്കെ, എത്ര എമൗണ്ട് ആണ് കൂടിയിരിക്കുന്നത്? 20,000. അസറ്റിന്റെ വാല്യൂ 20,000 രൂപ കൂടി. ആ കൂടിയ എമൗണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഇറ്റ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ റിസർവ്. ആഡ് ചെയ്യണം. ഓക്കെ, ആ ഇൻക്രീസ് ചെയ്ത വാല്യൂവിൽ ഡിപ്രിസിയേഷൻ ഉണ്ടല്ലോ. സോ ഡിപ്രിസിയേഷൻ ഓഫ് ദാറ്റ് ഇൻക്രീസ്ഡ് വാല്യൂ ഈസ് ഡിഡക്റ്റഡ് ഫ്രം റവന്യൂ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 20,000ന്റെ 10% 2,000 rupees എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. പക്ഷെ എവിടെ നിന്നാണ്? റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ്. ഓക്കെ, ദെൻ അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ 50,000 rupees ആയിരുന്നു അസറ്റിന്റെ വാല്യൂ, അത് 40,000 rupees ആയാൽ 10,000 rupees കുറഞ്ഞു അല്ലേ? അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ലോസ് ആണ്. അതെന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം 10,000. ആ 10,000ന്റെ മുകളിലുള്ള ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം റവന്യൂ പ്രോഫിറ്റിൽ. Depreciation of that decreased value is added to revenue profit. 10,000 at 10% 1,000 rupees എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ റവന്യൂ പ്രോഫിറ്റിന് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ തന്നെ ലയബിലിറ്റീസ് ആണെങ്കിൽ ലയബിലിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അത് ലയബിലിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ അത് ക്യാപിറ്റൽ ലോസ് ആണ്. ആ ക്യാപിറ്റൽ ലോസ് നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് ലെസ് ചെയ്യണം. അസറ്റ് ലയബിലിറ്റീസിന്റെ വാല്യൂ
കുറയുവാണെങ്കിൽ അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിന്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ റിവാലുവേഷൻ നന്നായി മനസ്സിലാക്കുക. സ്റ്റെപ്പ് നമ്പർ 4 തന്നെ ചെയ്താൽ മതി. സ്റ്റെപ്പ് നമ്പർ 4 ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അത് ആഡ് ചെയ്യുക. ദെൻ നമ്മളത് അപ്പോർഷൻ ചെയ്ത് ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനും കൊടുക്കും. ഓക്കെ, സോ തിയറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീവാലുവേഷൻ സമയത്ത് വരുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റും ക്യാപിറ്റൽ ലോസും ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ഹോൾഡിംഗ് കമ്പനി ആൻഡ് മൈനോറിറ്റീസ്. സിമ്പിൾ ആയിട്ട് അത് സ്റ്റെപ്പ് നമ്പർ 4 പോയി ചെയ്താൽ നിങ്ങൾ ആ പ്രൊസീജിയറിൽ കൂടെ തന്നെ പോകുമ്പോൾ അത് ഡിവൈഡ് ചെയ്ത് അങ്ങ് പൊക്കോളും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.